നമസ്കാരം. തണൽക്കാടിനെ കുറിച്ച് ഞാനായിട്ട് പറയേണ്ട കാര്യം ഇവിടെ പ്രശാന്ത് പറഞ്ഞു, ഇവിടെ എല്ലാവരും പറഞ്ഞു. ഈ തണൽക്കാട് എന്താണെന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ അടുത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതില്ല. പക്ഷെ കഴിഞ്ഞ 12 വർഷമായിട്ട് 2014 തുടങ്ങി കഴിഞ്ഞ 12 വർഷമായിട്ട് ഇറ്റ്സ് എ ഡസൻ ഓഫ് ഇയേഴ്സ് ഓഫ് ചാരിറ്റി സപ്പോർട്ട്സ്. അത് നമ്മൾ വേറെ ഏത് അസോസിയേഷനോ ഇല്ല കൂട്ടായ്മകളോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 3-4 വർഷം കണ്ട നേതൃത്വമായിരിക്കില്ല പിന്നെ വരുമ്പോൾ. പക്ഷെ ഇവിടെ തുടക്കം തൊട്ട് തന്നെ ഒരു നല്ലൊരു നേതൃത്വം നമുക്കുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചാരിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു സെൽഫ്ലെസ് ആയിട്ട് അവരുടെ ടൈമും എഫേർട്ടും കഴിവുകളും ഈ ഒരു പ്രസ്ഥാനത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല അസോസിയേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമില്ലെങ്കിൽ ഒരു വിമതപക്ഷമുണ്ട്. ഇവിടെ ഭരണപക്ഷം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് തണൽക്കാരനയുടെ വളരെ ഒരു പ്രത്യേകതയാണ്. അതിനകത്ത് ഒരിക്കൽ പോലും ഞാൻ ഒരിടത്തുനിന്ന് പറഞ്ഞു പോലും കേട്ടില്ല കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഇറ്റ്സ് പ്യൂർലി അത് ഇതിലുള്ള ഓരോരുത്തരുടെയും ആ ഒരു ഉദ്ദേശശുദ്ധിയോടെ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ഇങ്ങനെയൊരു കൂട്ടായ്മയെ യോജിപ്പിച്ച് നിർത്താനും ഞങ്ങളെ പോലെയുള്ള സ്പോൺസേഴ്സിനെ ഇവിടെ കൊണ്ടുവരാനും അതിന്റെ ബെനിഫിഷ്യറീസിന് അർഹരായ ആൾക്കാർക്ക് ആ ഒരു സഹായങ്ങൾ എത്തിക്കാനും നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടും ടൈമും വി റിയലി അപ്രീഷിയേറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പം പ്രശാന്ത് പറയുന്നത് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഗിവിംഗ് ബാക്ക് ടു കമ്മ്യൂണിറ്റി. അത് ഇങ്ങനെയൊരു കൂട്ടായ്മയിലൂടെ തിരിച്ചു കൊടുക്കുമ്പോൾ വി ആർ ഓൾസോ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ആൻഡ് അഗെയിൻ ഈ ഒരു വർഷം സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് മാത്രമല്ല. ഇപ്പൊ റിപ്പീറ്റഡ് ഫേസസ് ആണുള്ളത്. എനിക്ക് തോന്നുന്നു പുതിയൊരു സ്പോൺസേഴ്സിനെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ആയിരിക്കും തോന്നുന്നു. സോ വി വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി.